അടുത്തതായി ശ്രീ മോഹൻ സാറിനോടാണ് ചോദ്യം. സാറിൻ്റെ മേഖല എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറച്ച് സാഹിത്യവും കവിതയും പ്രഭാഷണമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും സാറ് പോലീസിലായിരുന്നു, എക്സൈസിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ വൈഡായിട്ടുള്ള എക്സ്പീരിയൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ഈ മയക്കുമരുന്ന് മാഫിയയുടെ ഭാഗമായി മാറുന്നതും കാരിയർമാരായി മാറുന്നതുമായ ഒരുപാട് വാർത്തകൾ ദിനംപ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. കുട്ടികളെ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നത് അവർക്കുള്ള നിയമപരമായ പരിരക്ഷ മുതലെടുത്താണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതുപോലെ അവരെ കുറ്റവാളികളായി കാണണമോ അല്ലെങ്കിൽ അവരെ രക്ഷിക്കേണ്ടവരായി കാണണമോ എന്നുള്ളത് സമൂഹം, നിയമം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചേർന്ന് ഇത് എങ്ങനെ തടയണം? അതായത് ഇപ്പോൾ ഈ ഒരു കുട്ടി എങ്ങനെയാണ് ഈ മയക്കുമരുന്നിലേക്കൊക്കെ പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഈ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ഫാക്കൽറ്റി ആയിട്ട് പോകുന്ന ആളാണ്. അപ്പോൾ ഡി അഡിക്ഷൻ സെൻ്ററിൽ ഈ ഇടയ്ക്ക് ഞാൻ പ്രതീക്ഷ ഡി അഡിക്ഷൻ സെൻ്റർ തലശ്ശേരി അവിടെ ഒരു ക്ലാസ്സിന് പോയപ്പോൾ അവിടെ 17 വയസ്സായ ഒരു കുട്ടിയുണ്ട്, ചികിത്സയ്ക്ക് വന്നിരിക്കുന്നു. ആ കുട്ടിയോട് സ്വകാര്യമായിട്ട് ആ കുട്ടിയോട് എങ്ങനെയാണ് ഇവിടെ വരാൻ ഇടയായതെന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി പറഞ്ഞ കാര്യം വലിയ നമ്മളെ പേടിപ്പെടുത്തുന്നതാണ്. 10ാം ക്ലാസ്സിലെ എല്ലാ വിഷയത്തിലും A+ നേടിയിരിക്കുന്ന കുട്ടിയാണ്. അവൻ പറയുകയാണ്, അപ്പോൾ അവൻ ഇഷ്ടപ്പെട്ട സ്കൂളിൽ തന്നെ A+ ഇതിന് +1 അഡ്മിഷൻ കിട്ടി. ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ, സ്കൂൾ തുടങ്ങി 3 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ സ്കൂളിൻ്റെ പഠിക്കൽ ഒരു ഏട്ടനെ കാണുകയാണ്. അയാളുടെ കൈവശം എന്തോ ഒരു കളറുള്ള മിഠായികൾ പോലെ തോന്നുന്ന ഒരു കളറുള്ള സാധനങ്ങൾ ഉള്ളതായിട്ട് അവന് തോന്നി. അവൻ അതിലേക്കൊന്ന് നോക്കിയതേ ഉള്ളൂ എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ ആൾ ഉടനെ എന്നെ വിളിച്ചു, മോനെ മിഠായി വേണോ എന്ന് ചോദിച്ചു. ഞാൻ ആ മിഠായി വാങ്ങി, ഒന്ന് തന്നേക്കെന്ന് പറഞ്ഞു. അത് വാങ്ങി കഴിച്ച് ക്ലാസ്സിലേക്ക് പോയി. അത് വല്ലാത്തൊരു സുഖം തന്ന മിഠായി. പിന്നീട് പിറ്റേ ദിവസം അദ്ദേഹം അവിടെ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്നത്. പിന്നെ അദ്ദേഹം ഇതിന് പണം വേണമെന്ന് പറഞ്ഞു. 10 രൂപ കൊടുത്തപ്പോൾ ഇതുപോലെ 50 വേണമെന്ന് പറഞ്ഞു. പിറ്റേ നാൾ ഞാൻ 50 രൂപ വാങ്ങിച്ചിട്ട് പോയി വീട്ടിൽ നിന്ന്. എന്തിനാണെന്ന് അമ്മ ചോദിച്ചോന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അമ്മ അങ്ങനെ ചോദിക്കാറില്ല. അത് വേറിട്ട് നിൽക്കുന്ന ഒരു അമ്മയാണ്. മറ്റുള്ള ഞാൻ പല അമ്മമാരുമായിട്ടും ഒക്കെ ഈ ഇത്തരം കാര്യങ്ങൾ സംവദിക്കുന്ന ഒരാളാണ്. അവരൊക്കെ തന്നെ പറയാറുള്ളത് ഞങ്ങൾ കുട്ടികളോട് പൈസ ചോദിക്കുമ്പോൾ എന്തിനാണെന്ന് ചോദിക്കാറുണ്ട് എന്ന്. അവൻ പറയുന്നത് എൻ്റെ അമ്മ അങ്ങനെ ചോദിച്ചില്ല എന്ന്. അപ്പം നമ്മൾ പിന്നെ അവൻ പോയി അതിൻ്റെ കാരിയറായി അവന് പണം കിട്ടാതെയായപ്പോൾ അവൻ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് പണം മോഷ്ടിക്കും, അടുത്ത കടയിൽ നിന്ന് മേശയിൽ നിന്ന് പണം മോഷ്ടിക്കും. അങ്ങനെയൊക്കെയായി അവൻ അതിന് കാരിയറായി അതിൻ്റെ വിൽപ്പനക്കാരനായി ഒക്കെയായി മാറിയിട്ടുണ്ട് ഒരു ചെറിയ പീരീഡ് കൊണ്ട്. അത്രയും കെറ്റാമിന് ഉൾപ്പെട്ട വസ്തുക്കളാന്ന് തോന്നുന്നു അവനെ കൊണ്ട് അവൻ കഴിപ്പിച്ചിരിക്കും. ഈ കുട്ടി ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇത്രയും മാസങ്ങളോ വർഷങ്ങളോ എത്തിച്ചേരേണ്ട സാഹചര്യം എന്തുകൊണ്ട് വീട്ടുകാർക്കോ? അതാണ് ഏറ്റവും പ്രധാനം. അത് വളരെ കാലമൊന്നും എടുത്തിട്ടില്ല. അവൻ ഈ ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ വളരെ 2-3 മാസം കൊണ്ട് തന്നെ പോയിട്ടുണ്ട്. വീട്ടുകാർ അതിലൊന്നും അവർക്ക് ബോധ്യപ്പെട്ടില്ലേന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ ചെറിയ മാറ്റങ്ങളൊന്നും അമ്മ അങ്ങനെ അച്ഛൻ അത്ര ശ്രദ്ധിക്കാറില്ല. ഒരു ജ്വല്ലറി കടയുടെ ഉടമയാണ് അവൻ്റെ അച്ഛൻ. അമ്മ അത്ര ശ്രദ്ധിക്കാറില്ല. അമ്മയ്ക്ക് അങ്ങനെ സംശയമേ തോന്നിയിട്ടില്ല എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവൻ പിന്നെ അമ്മയെ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്നെത്തിപ്പെട്ട ഒരു കുട്ടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് ഈ മാതാപിതാക്കൾ കുട്ടികളെ ഇങ്ങനെ കെയർലെസ് ആയിട്ട് അവർ തീരെ ശ്രദ്ധിക്കുന്നില്ലേ എന്നുള്ളത്. അപ്പോൾ ആ പഠനത്തിൽ തന്നെ ബോധ്യമാകുന്നത് ഇപ്പോൾ കുട്ടികളെ വളർത്തുന്നതിൽ മാതാപിതാക്കൾക്കുള്ള അറിവ് കുറവ് വളരെ പ്രകടമാണ്. ഒരു 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള പ്രായത്തിൽ കുട്ടികളെ വളർത്തിയെടുക്കേണ്ടത് പഠിക്കേണ്ട അച്ഛനമ്മയും അത് പഠിക്കാതെ തുടർന്നുള്ള കുട്ടികളുടെ വളർച്ചയിൽ വരുന്ന തെറ്റുകളെ കുറ്റങ്ങളായി കാണുന്ന ഒരവസ്ഥയുണ്ടാവുകയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്കതിൽ നിന്നും ബോധ്യമായിട്ടുള്ളത്. പിന്നെ ഈ സാങ്കേതിക വിദ്യ ഇങ്ങനെയൊക്കെ വളർച്ച പ്രാപിക്കുമ്പോൾ അതിന് ഡ്രോബാക്കുകൾ ഉണ്ടാവുമെന്നും അതിനകത്ത് വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാവാനുള്ള മേഖലയുണ്ടെന്നും പഠിക്കാതെയാണോ ഇത് നടപ്പാക്കിയത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. മറ്റ് റോഷൻ സാർ പറഞ്ഞതുപോലെ യൂറോപ്യൻ കൺട്രീസിലായാലും മറ്റ് ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ അതിനൊക്കെ നിയന്ത്രണങ്ങളുണ്ട്. നമ്മൾക്ക് എന്തുകൊണ്ട് ഈ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ സംഭവിക്കാൻ ഇടയുണ്ട് എന്നുള്ള ബോധ്യമുണ്ടായില്ല. അങ്ങനെ ഉണ്ടാവുന്നിടത്ത് അത് പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ഇതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. നയരൂപീകരണം വരെ അതിന്റെ ഭാഗമാണ്. നമ്മൾ കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലേക്ക് നമ്മുടെ സമൂഹം പോയി എന്നുള്ളതാണ് ഇതിന്റെ ഒക്കെ പിന്നിലുള്ള
ശക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ബാഹ്യശക്തികളുടെ കീഴിലാണ് നമ്മൾ ബാഹ്യശക്തികളുടെ കീഴിലാണ് നമ്മൾ എങ്ങനെ നടക്കണം, നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം, നമ്മൾ എങ്ങനെ ഉറങ്ങണം എന്ന് വരെ നമ്മളെ ആരോ നിർദ്ദേശിച്ചു തരുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിലാണ്. ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യ. ആ മാർക്കറ്റിൽ വളർന്നു വരുന്ന കുട്ടികളൊക്കെ ഇങ്ങനെയാവുന്നതിൽ കുട്ടികളെ കുറ്റപ്പെടുത്തുന്നത് ഒരു കാരണവശാലും ശരിയല്ല. അപ്പൊ അവബോധം ആദ്യം ഉണ്ടാവേണ്ടത് മാതാപിതാക്കൾക്കാണ്, സമൂഹത്തിനുമാണ്. അതിന് ചെറിയ ഉദാഹരണങ്ങൾ എടുത്താൽ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം 1-ാം ക്ലാസ്സിലെ പാഠപുസ്തകം എടുത്ത് നിങ്ങൾ വായിച്ചു നോക്കൂ. അതിനകത്ത് പറയുന്ന കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതായത് മഴ പെയ്യാതിരിക്കുന്ന കർമ്മേഘത്തിനോട് മഴ പെയ്യിക്കാൻ വേണ്ടി കുട്ടികളെ കൊണ്ട് ആയുധം എടുത്ത് ഭീഷണിപ്പെടുത്തിയിട്ട് മഴ പെയ്യിക്കുന്നതായിട്ടാണ് അതിൽ പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ വയലൻസ് കാണിക്കാതിരിക്കാൻ സാധ്യതയുണ്ടോ? പിന്നെ കുട്ടികൾ വയലൻസ് ഇത്ര ചെറുപ്പത്തിൽ അവരുടെ ബുദ്ധിയിലേക്ക് അങ്ങനെ പോയാൽ. അപ്പോൾ നമ്മുടെ സമൂഹം മാറിയതിൻ്റെ ചെറിയൊരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. അതായത് നമ്മൾ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ ഒരു കാലത്ത് വിശേഷിപ്പിച്ചത് പാർട്ടിസിപ്പൻസ് എന്നായിരുന്നു. ഇപ്പോൾ അങ്ങനെയാണോ? കണ്ടസ്റ്റൻസ് എന്നാണ് പറയുന്നത്. എന്താണ് വ്യത്യാസം? വലിയ വ്യത്യാസമുണ്ടല്ലോ അർത്ഥം കൊണ്ട്, ഇല്ലേ? അതായത് പങ്കാളിത്തം വഹിക്കുന്നവരും എതിരാളികളുമായി മാറുകയാണ്. അപ്പോൾ ഇതൊക്കെ കുട്ടികളുടെ മനസ്സിലേക്കല്ല, ഇതൊക്കെ കുട്ടികളുടെ കുറ്റമാണോ? ഒന്നും തന്നെ കുട്ടികളുടെ കുറ്റമായി കാണാതിരിക്കുകയും വളർത്തുന്നവരുടെയും പഠിപ്പിക്കുന്നവരുടെയും അതിലൊക്കെ മുകളിലായി നയം രൂപീകരിക്കുന്നവരുടെയും നിയമങ്ങൾ പാസാക്കുന്നവരുടെയും ദീർഘവീക്ഷണ കുറവിനെയുമാണ് കുറ്റപ്പെടുത്തുന്നത്. വ്യവസ്ഥിതിയാണ് മാറേണ്ടത്. ജെ ആക്ട് പോലുള്ള ആക്ടുകളിൽ അമെൻമെന്റ് അത്യാവശ്യമാണ്. അത് കാലാനുസൃതമായി മാറ്റങ്ങൾ ആവശ്യമായിട്ടുള്ളവയെ കാലാനുസൃതമായി മാറ്റുക തന്നെ വേണം എന്നാണ് ഒരു സാഹിത്യ പ്രവർത്തകൻ, സാംസ്കാരിക പ്രവർത്തകൻ, സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള ഇടപെടലുകളിൽ നിന്നൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടു. ഓക്കെ, താങ്ക് യു. വളരെ നല്ല പോയിന്റ്സ് ആയിരുന്നു സാർ. ഓക്കെ, ജോയ് സാറിലേക്ക് വരാം. കുടുംബത്തിലും വിദ്യാലയത്തിലും ഒറ്റപ്പെടലും സമ്മർദ്ദവും കുട്ടികളുടെ വിദ്യാലയത്തിലായാലും കുടുംബത്തിലായാലും കുട്ടികൾ കുടുംബത്തിലും സ്കൂളിലും തങ്ങളോട് അകലം പാലിക്കപ്പെടുന്നതായി അധ്യാപകർക്കും മാതാപിതാക്കൾക്കും അനുഭവപ്പെടുന്നുണ്ടോ? ഒരു ഗ്യാപ്പ്. പിന്നെ ഇത് അവരെ മാനസിക സംഘർഷത്തിലേക്ക് തള്ളിവിടുന്നുണ്ടോ? ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മുൻകാലത്തേക്കാൾ ഇന്ന് സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ബന്ധത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ? കാരണം സാറ് 32 വർഷം അധ്യാപനത്തിലുണ്ടായ ആളാണ്. അപ്പോൾ 3-4 ഇന്നിപ്പോൾ ജെൻസി എന്നാ പറയാ അല്ലേ, പുതിയ തലമുറയെ. അപ്പോൾ ജനറേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ഞാൻ 8-ാം ക്ലാസ്സിലുള്ള മകനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കുറച്ച് മിസ്സായി, ഞാൻ ജെൻസി അല്ല, ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള ആൽഫയാണെന്ന് എന്തോ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ജനറേഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാറിൻ്റെ ആ ഒരു അധ്യാപന കരിയറിൽ നിന്നും സാറ് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. കുട്ടികൾക്ക് അധ്യാപകരോട് ഒരു അകൽച്ചയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയാം. ഈവൻ മാതാപിതാക്കളോടായാലും അങ്ങനെ ഒരു കാലഘട്ടത്തിലല്ല അവരുള്ളത്. അത് പറയാനുള്ളൊരു കാരണം വളരെ ഫ്രണ്ട്ലി ആയിട്ട് വിദ്യാർത്ഥികൾ അധ്യാപകരോട് ഇടപഴകുന്നു. കാരണം നമ്മുടെ പാഠ്യപദ്ധതി അവരെ സംഘപഠനത്തിലൂടെയും സഹവർത്തിത പഠനത്തിലൂടെയും ഒക്കെ അവരെ നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജ്ഞാനനിർമ്മിതി വാദത്തെ, പിന്നെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പാഠ്യപദ്ധതിയിലൂടെയാണ് ഈ കുട്ടികളെല്ലാം ഇപ്പോൾ ഈ ഒരു ജനറേഷൻ കടന്നുപോയിട്ടുള്ളത്. പക്ഷേ അവർക്ക് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ലഭ്യമായിട്ടുള്ള സ്വാതന്ത്ര്യം അവർ നല്ല രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഈവൻ അധ്യാപകരോടുള്ള കാഴ്ചപ്പാട് ഏത് രീതിയിലാണ് എന്നുള്ളത് വിശകലനം ചെയ്യണം. കാരണം അധ്യാപകനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് പിന്നെ വിദ്യാർത്ഥികൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് ശിക്ഷിക്കാനോ ശാസിക്കാനോ ഒരു അധ്യാപകനും സാധ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട്. കാരണം നിയമം കുട്ടിയുടെ വശത്താണ്. അല്ലെങ്കിൽ പിന്നെ ഒരു കുട്ടി എന്ന് പറയുന്നത് 18 വയസ്സ് വരെ നിർവചിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഒരു അധ്യാപകന് ഇടപഴകാനോ അല്ലെങ്കിൽ പിന്നെ ഡയറക്റ്റ് ചെയ്യാനോ ശാസിക്കാനോ സാധ്യമല്ല. എൻ്റെ ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ എനിക്കറിയാവുന്നൊരു കേസ്, അധ്യാപകൻ കാണാൻ പാടില്ലാത്ത ചില കാഴ്ചകൾ പിന്നെ ആൺകുട്ടിയും പെൺകുട്ടിയും, അതും അധ്യാപക വിദ്യാർത്ഥികൾ ഇരുന്ന് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ചോദ്യം ചെയ്തതിന് ആ അധ്യാപകൻ്റെ കരണത്തടിക്കുക അവൻ ചെയ്തത്. അധ്യാപകൻ അവിടെ നിന്ന് ആ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്ന തൻ്റെ ഡെപ്യൂട്ടേഷൻ ഒഴിവാക്കി അദ്ദേഹം തിരിച്ചുപോയി. കാരണം അധ്യാപക വിദ്യാർത്ഥികൾ പോലും പെരുമാറുന്ന ഈ രീതിയിലാണ്. അപ്പോൾ ഒരു ചെറിയ കുട്ടിയോട് പെരുമാറി കഴിഞ്ഞാൽ ആ അധ്യാപകൻ കള്ളക്കേസിലാണ് ഇത് ചെയ്യുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെ കോടതിയിൽ ഇപ്പോഴും കയറി ഇറങ്ങുന്നു. അല്ലെങ്കിൽ മാതാപിതാക്കൾ വലിയ ഭീമമായ തുക വാങ്ങി ഈ കേസ് പരിഹരിക്കപ്പെടുന്നു. അപ്പോൾ തെറ്റായ പിന്നെ കേസുകളിൽ കുടുക്കി അധ്യാപകനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പോകുന്നൊരു കാലഘട്ടത്തിൽ അധ്യാപകൻ കണ്ടില്ല കേട്ടില്ല എന്ന് വഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അതുപോലെ അധ്യാപകൻ എന്ന
നിലയിൽ സാർ പറയുന്നത് കുട്ടികളിൽ മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. നമ്മുടെ ടോപ്പിക്ക് തന്നെ ഇവർ 2 സ്ഥലത്ത് മൂല്യച്യുതിയിലേക്കല്ലേ എന്ന ധ്വനിയോടുകൂടി തന്നെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത്. ഈ ഒരു അടുത്ത ഒരു മാസത്തിനിടയിലുള്ള കാഴ്ചകൾ അല്ലെങ്കിൽ പത്രവാർത്തകൾ, മാധ്യമങ്ങളിലൂടെ വന്നിട്ടുള്ള വാർത്തകളെല്ലാം ഇത്തരത്തിൽ പിന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത മാതാപിതാക്കളെ പിന്നെ കയ്യേറ്റം ചെയ്യുന്ന കൊലപാതകത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ കാണുന്നു. അപ്പോൾ മൂല്യച്യുതി നന്നായിട്ട് സംഭവിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഞാനോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം പഠിച്ചു വന്നപ്പോൾ നമ്മുടെ അധ്യാപകർ നമുക്ക് നല്ല മാതൃകകളായിരുന്നു. ആ അധ്യാപകനെ ഒരു പിന്നെ ദൈവികമായ കാഴ്ചപ്പാട് കൂടിയിട്ട് ഒരു ഡിവൈൻ പൊസിഷനിൽ വെച്ചിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു പൊസിഷനിലൊന്നുമല്ല. പക്ഷേ വളരെ ഫ്രണ്ട്ലിയാണ്. അധ്യാപകനോട് എന്തും സംസാരിക്കാം എന്നുള്ള അല്ലെങ്കിൽ എന്തും വിളിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇപ്പോഴത്തെ വാല്യൂസിൽ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ബഹുമാനം പാരൻസിനോടാണെങ്കിലും മുതിർന്നവരോടാണെങ്കിലും അധ്യാപകരോടാണെങ്കിലും പഴയ തലമുറക്ക് ഉണ്ടായിരുന്ന ഒരു ബഹുമാനം, ആ കാഴ്ചപ്പാട് മാറിയിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അധ്യാപക വിദ്യാർത്ഥികളുടെ കേസ് തന്നെ എടുക്കാം. ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളെല്ലാം എഴുന്നേറ്റ് നിന്ന് പിന്നെ അധ്യാപകനെ വിഷ് ചെയ്യും അല്ലെങ്കിൽ നമസ്കരിക്കും. അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. ഇന്ന് അങ്ങോട്ട് വിഷ് ചെയ്യാണ്. നിങ്ങൾ വഴിയിൽ വെച്ച് കാണുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വിഷ് ചെയ്യേണ്ട സാഹചര്യം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ അധ്യാപകൻ ഒരു മോശക്കാരനായിട്ട് കാണുന്ന അധ്യാപക വിദ്യാർത്ഥികളെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അതുപോലെ തന്നെ എന്താ ഇതിൽ ആരെ കുറ്റം പറയണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കുട്ടികളാണോ ഉത്തരവാദി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ പാരൻസിനുണ്ടാവാം, അധ്യാപകർക്ക് നിയമസംരക്ഷണം, കുട്ടികൾക്ക് നിയമസംരക്ഷണം വരുന്നു. അപ്പോൾ അത് അധ്യാപകർക്ക് അതുകൊണ്ട് ശിക്ഷണ നടപടികൾ എടുക്കാൻ സാധിക്കുന്നില്ല. കുട്ടികളെ ഉപദേശിക്കാൻ പറ്റില്ല. അവരോടൊന്ന് കയർത്ത് അല്ലെങ്കിൽ ഒന്ന് ദേഷ്യത്തോടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഒരു ഭീകരമായ അവസ്ഥയാണ് ഉള്ളത്. അത് ഡോക്ടർ റോഷൻ നേരത്തെ പറഞ്ഞു. അതായത് ഇത് ഒരുപാട് ഘടകങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്നു. ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് പോലും പേടിയാണ് ആ കുട്ടിയെ. അധ്യാപകനോട് വന്ന് പറയുന്നത്, നിങ്ങൾ അവനെ അടിച്ചോളൂ, നിങ്ങൾ അവനെ നന്നാക്കിക്കൊള്ളൂ. ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് കൈയൊഴിയുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ നേരിട്ട് കാണാൻ ഇടവരുന്നുണ്ട്. അതാണ് നേരത്തെ ACP സാറും പറഞ്ഞത്. അതാണ്, നിങ്ങൾ കൊണ്ടുപോയി നന്നാക്കിക്കോ, നമുക്കൊരു ഉത്തരവാദിത്വമില്ല എന്നുള്ള രീതിയിൽ. ഓക്കെ, ഒരു പാരൻ്റ് എന്ന നിലയിൽ സജീവ് സാറിനോട് കുട്ടികൾക്ക് ഈ മയക്കുമരുന്ന് അക്രമങ്ങൾ എന്നിവയിലൊക്കെ പെടാതിരിക്കാൻ രക്ഷിതാക്കൾക്ക് എങ്ങനെ ശ്രദ്ധിക്കാൻ കഴിയും? പിന്നെ ഈ വിഷയത്തിൽ രക്ഷിതാക്കൾ മാത്രമാണോ അല്ലെങ്കിൽ സ്കൂളോ സമൂഹത്തിനോ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒരു പാരൻ്റ് എന്ന നിലയിൽ എങ്ങനെ നോക്കി കാണുന്നു? ഇതിലിപ്പം പറയാനുള്ളത് തന്നെ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള സ്കൂൾ തലത്തിലാണ്. ഒരു പാരൻ്റ് എന്നുള്ള സ്കൂൾ തലത്തിൽ എനിക്കൊന്ന് ആദ്യകാലത്തുള്ള ജാഗ്രതാ സമിതികൾ പലതിലും ഞാൻ അറ്റൻഡ് ചെയ്ത ഒരാളാണ്. ജാഗ്രതാ സമിതികളൊക്കെ പിന്നീട് ഒരു കാണിച്ചു കൂട്ടലും പോലെയായി മാറി. അതിൽ ജാഗ്രതാ സമിതി ഉണ്ടായിരുന്നതിൽ തന്നെ നമ്മുടെ PTA, മദർ PTA, പിന്നെ ആ പ്രദേശത്തുള്ള സമുദായ സംഘടനകൾ, ലൈബ്രറികൾ, അതേപോലെ തന്നെ ഓട്ടോ ഡ്രൈവേഴ്സ്, കാർ ഡ്രൈവേഴ്സ്, കടകളിലെ ഇവരെയൊക്കെ ഇതിൻ്റെ ഭാഗമാക്കിയാൽ ഇവരൊക്കെ കാണും. കുട്ടികൾ പുറത്തിറങ്ങുന്നതും ഒക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് ഇതൊരു പ്രായോഗികമായിട്ടുള്ള തലയാണ്. നമ്മൾ ബോധവൽക്കരണമോ മറ്റു ചെയ്യുന്നതുകൊണ്ടൊന്നും എവിടെയോ എത്തുന്നില്ല. കുട്ടികൾ ഈ കുട്ടികൾ പുറത്തിറങ്ങി ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത് അവരോട് ഇതൊക്കെ ശ്രദ്ധിക്കാൻ പുറത്തുള്ളവർക്ക് പറ്റില്ല. ഓട്ടോ ഡ്രൈവർമാരാണ്, ബസ് ഡ്രൈവർ, ഇവരെയൊക്കെ ചേർത്തുള്ള ജാഗ്രതാ സമിതി പുനഃസംഘടിപ്പിക്കണം. എന്നിട്ട് അത് കൃത്യമായുള്ള ഈ സംഘടനകളും ലൈബ്രറികളൊക്കെ പെടുന്നതുകൊണ്ട് ഇത് കൃത്യമായി നടക്കും. സർക്കാർ തലത്തിൽ ഇത് നടക്കില്ല. സർക്കാർ അത് പിന്നീട് എഴുതി ചേർക്കുകയാണ്. മീൻസ് ഞാൻ പല സ്കൂളിലും പോയപ്പോൾ ഇത് എഴുതി ചേർക്കുകയാണ്. സജി സാർ, ഞാൻ ആ പോയിന്റിനോട് അനുബന്ധിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ജാഗ്രതാ സമിതികൾ എന്നൊക്കെ പറയുമ്പോൾ പണ്ടത്തെ നമ്മുടെ നാട്ടുമ്പുറം, അവിടെയുള്ള ഓട്ടോക്കാരൻ, അവിടെയുള്ള നടന്ന കുട്ടി അത് രാമന്റെ മോനാണ് അല്ലെ ബാലന്റെ മോനാണെന്ന് അറിയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇന്ന് അതാണോ അവസ്ഥ? ഇന്ന് പ്രത്യേകിച്ചും നമ്മൾ ഉൾനാട്ടിലൊക്കെ പോയ വലിയ മാറ്റം കുറച്ചൊക്കെ ആയിരിക്കാം. പക്ഷെ ടൗണിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരു റെസിഡൻസ് അല്ലെങ്കിൽ ഒരു 100 വീട് എടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന എത്ര പേരുണ്ട്? ഒരാൾക്ക് ഈ കുട്ടി എവിടുത്തെയാണ് എന്നറിയോ? ഇവരെല്ലാം കുറെ അടച്ചിട്ട കാറുകളിൽ യാത്ര ചെയ്യുന്നു, ഒറ്റയ്ക്ക് നടന്നു വരുന്നവരുണ്ടോ? രാവിലെ സ്കൂളിലേക്ക് വാനിൽ കയറി പോയി കഴിഞ്ഞാൽ തിരിച്ച് വീടിൻ്റെ മുമ്പ് കൊണ്ടിട്ടോ റോഡിൽ കൂടെ നടക്കുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രശ്നം കൂടി ഇവിടെ നിലനിൽക്കുന്നില്ല. അപ്പോൾ ജാഗ്രതാ സമിതികളെ ഉണ്ടെങ്കിൽ കൂടെ എല്ലാം എല്ലാവരും എന്താ പറയുക, സമൂഹത്തിൽ നിന്ന് അകന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്കായി മാറുന്ന ഒരു ജീവിത സാഹചര്യം ഇതിന് ഒരു പരിധിവരെ കാരണം. ഇത് പറയുന്ന പോലെ തന്നെ സ്കൂൾ തലത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്.
നമ്മളെ പ്രദേശത്ത് സമൂഹത്തിലുള്ള പ്രദേശങ്ങളിലുള്ള ആൾക്കാർ അവരുടെ സംഘടനകളിൽ നമ്മൾ ഈ കുട്ടികളെ പൊതു സമൂഹത്തിലേക്ക് കൊണ്ടുവരണം. പൊതു പരിപാടികളിലും നമ്മളെ പ്രദേശത്തുള്ള ആൾക്കാരുകൾ തിരിച്ചറിയുന്ന തരത്തിലുള്ള പരിപാടികളിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക. അപ്പോൾ കുട്ടികളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇവരൊരു ഗ്രൂപ്പായി നിൽക്കുമ്പോഴോ എന്ത് ചെയ്യുമ്പോഴും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്രധാന ഘടകം. ഇത് ചെയ്യുന്നതുകൊണ്ട് സമൂഹത്തിലെ ആൾക്കാർ തിരിച്ചറിയാനും ഇവരുടെ കുട്ടികളുടെ തന്നെ ക്ലബ്ബുകൾ രൂപീകരിക്കുക, അതിൽ മെമ്പർഷിപ്പ് ചേർത്തുക. സ്കൂൾ തലത്തിലാണെങ്കിൽ ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ, വെറുതെ ക്ലബ്ബുകളല്ല, ഈ ക്ലബ്ബുകളിലേക്ക് കുട്ടികളെ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് കൃത്യമായ യൂണിഫോമിൽ ഒരു ബാഡ്ജ് കൊടുക്കുക. ഇതിന്റെ ഭാഗമാണെന്നുള്ള തോന്നൽ ചെറുപ്പത്തിലെ വളർന്നുവന്ന് ഒരു ചെറിയ ശതമാനം കുട്ടികളെങ്കിലും ഇതിൽ നിന്ന് മാറാനുള്ള ഒരു സാധ്യതകളാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞ ഞാൻ കുട്ടികളുടെ ഭാഗത്ത് എപ്പോഴും ഈ ന്യൂജൻ കുട്ടികളെ മ്യൂളോചുതിന്റെ ഒക്കെ കാരണം പറയുമ്പോൾ അതിൽ എതിരായ അഭിപ്രായമുള്ള ഒരാളല്ല. കാരണം കുട്ടികൾ വളരെ നല്ല കുട്ടികളാണ്, വളരെ ചുരുക്കം കുട്ടികൾ, അതായത് വളരെ ചുരുങ്ങിയ ശതമാനം കുട്ടികൾ ചെയ്യുന്നതിന് മുഴുവൻ കുട്ടികളെയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. കുട്ടികൾ വളരെ ബ്രൈറ്റാണ്, എല്ലാ കാര്യത്തിനെ പറ്റിയും വ്യക്തമായിട്ട് സംസാരിക്കാനും ഒക്കെ കഴിയും. നമ്മളുടെ ഒരു ചെറുപ്പകാലത്തേക്കാൾ കുട്ടികൾ ഇപ്പം നന്നായി സംസാരിക്കാൻ കഴിവുള്ളവരാണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഈ വീടുകളിലെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, വീടുകളിൽ കുട്ടികൾ വീടുകളിൽ വന്നാൽ അല്ലെങ്കിൽ രക്ഷിതാക്കൾ എത്തിപ്പെട്ടാൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് ചേർന്ന് ഇവർ സംസാരിക്കുക, നമ്മൾ ബോണ്ടിങ് ഇത് പറയുന്നില്ലേ റാപ്പോ, ഇത് കുട്ടികളുടെയും പേരന്റിന്റെ ഇടയിൽ വളരെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ഭാവ വ്യത്യാസങ്ങൾ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇവർ യൂസ്ഫുള്ളുള്ള സംഭവങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു. നമ്മൾ ORCയിലൊക്കെ ചെയ്ത മെന്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുമായിട്ടുള്ളൊരു എന്നും തുറന്നു പറയാനുള്ളൊരു ഇത് വീട്ടിൽ കിട്ടാത്തതുകൊണ്ടാണ് ഇവർ പുറത്ത് നമ്മളൊരു മെന്റർ വെക്കേണ്ടി വരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യം ഇല്ലാതാക്കാൻ നമ്മൾ പേരൻസും എല്ലാരും പൊതുവെ പറയുന്നത് വീടുകളിൽ കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കേണ്ടതുണ്ട് എന്നുള്ളത്. രക്ഷിതാക്കളെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അവരുടെ കൂടെ ഇരിക്കുന്നില്ല, സിനിമ കാണാൻ ഇരിക്കുന്നില്ല. സിനിമ നമ്മളിപ്പോ സിനിമയിലെ വയലൻസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ കൂടെ ഇരിക്കുമ്പം അവർക്ക് മനസ്സിലാവും പ്രശ്നങ്ങൾ അവരെല്ലാം എന്നുള്ളത്. നമ്മൾ കൂടെ ഇരിക്കാതെ നമ്മൾ ഇപ്പൊ യൂട്യൂബുകളിലൊക്കെ ഷോർട്ടുകൾ, അതായത് പെട്ടെന്ന് മാറുന്നത്, അവർക്ക് ഇരിക്കാൻ ക്ഷമയില്ലാതായി, ഒന്നിലും ഇരിക്കാൻ നമ്മൾ എവിടെയും കൂട്ടിക്കൊണ്ടാവത്തോണ്ട. അല്ല, ഇത് ഈ ഷോർട്ടുകള് കുട്ടികൾക്ക് മാത്രമല്ല, പിന്നെ അച്ഛൻ കുറെ വേറെ റീൽസിന്റെ പുറകെ പോകുന്നു, അമ്മ കുറെ റീൽസിന്റെ കൂടെയോ അല്ലെ സീരിയലിന്റെ പുറകെ പോകുന്നു, മക്കള് വേറെ പോകുന്നു. കുട്ടികളുടെ എല്ലാം ബേസിക് ആയിട്ട് പ്രശ്നം വരുന്നത് നമ്മളുടെ ഒരു ബാച്ച് തലമുറ വളരെ മോശമായിട്ടാണ് ഒരു പാരന്റിങ് നടപ്പിലാക്കിയതിന്റെ പ്രശ്നമാണ് ഇപ്പൊ ഉണ്ടാവുന്ന. ഞാൻ പറഞ്ഞില്ലേ, ഒരു 20% കുട്ടികൾ മാത്രമേ ഇതിലുള്ളൂ, 80% നല്ല കുട്ടികളാണ്. അപ്പൊ ഈ 20% കുട്ടികൾ ഉണ്ടാക്കുന്ന സമൂഹ പ്രശ്നങ്ങളാണ് ഇപ്പൊ വരുന്ന ഒക്കെ പ്രശ്നങ്ങൾ. അപ്പൊ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, ഒതുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. നമുക്ക് വിദ്യാർത്ഥിയോട് ചോദിക്കാം. നമ്മുടെ കൂടെ കൃഷ്ണനന്ദയുണ്ട്, സൈക്കോളജി വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് നമ്മളിതുവരെ ചർച്ച ചെയ്തത്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ പറയുന്നതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങളെങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? കാരണം ഇത്രയും രൂക്ഷമാണോ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇതൊരു പ്രത്യേക വിഭാഗത്തിൽ മാത്രമുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെ കോളേജിലോ നിങ്ങൾ കടന്നു വന്ന സ്കൂൾ വഴികളിലോ ഇത് കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലേ? എങ്ങനെ അതുപോലെ ഈ തരത്തിലുള്ള ഏതെങ്കിലും സ്പെസിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ സ്കൂളുകളിൽ സോഷ്യൽ മീഡിയ, മയക്കുമരുന്ന് ഉപയോഗം അല്ലെങ്കിൽ അനുബന്ധ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ടോ? നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കുന്നു? ഈ ഒരു ആംഗിളിൽ ഒന്ന് സംസാരിക്കണം. കോളേജിലും സ്കൂളിലും ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു പച്ചക്കള്ളാന്ന് കേൾക്കുന്നവർക്കും പറയുന്ന എനിക്കും ഉറപ്പുള്ള കാര്യമാണ്. എല്ലാ സ്ഥലത്തും ഉണ്ട്, സ്കൂളിലായാലും കോളേജിലായാലും. ഇപ്പം ഞാൻ ഫസ്റ്റ് ഇയർ ആണ്, ഞാൻ ജസ്റ്റ് കോളേജിൽ കയറിയിട്ട് ഇപ്പോൾ 8 മാസമായിട്ടേ ഉള്ളൂ. എൻ്റെ കോളേജിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് കോളേജുകാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ പോലും ചിരിച്ചു പോകും. കാരണം ഇല്ല എന്നുള്ളതൊരു പച്ചക്കള്ളാണ്, എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷെ അതിന് ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് ഇപ്പോൾ സാറ് പറഞ്ഞ ഫ്രണ്ട്സ്. നമ്മളെ ഫ്രണ്ട്സ് നമ്മൾ പ്രഷറൈസ് ചെയ്യുന്നുണ്ടോ ചോദിച്ചില്ലേ, ശരിക്കുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മൾ പ്രഷറൈസ് ചെയ്യൂല, നമ്മൾ നോ എന്ന് പറയും. ഇപ്പം എക്സാമ്പിൾ എൻ്റെ കാര്യം എടുക്കാൻ, ഞാനൊരു റോങ് പാത്ത് വേയിൽ പോവുകയാണെങ്കിൽ എന്നോട് നോ ഇത് ചെയ്യരുത് എന്ന് പറയുന്നതാണ് ഫ്രണ്ട്സ്. അല്ലാത്തവരെ നമ്മൾ ഫ്രണ്ട്സ് എന്ന് വിളിക്കാൻ പോലും പാടില്ല. എൻ്റെ ഫ്രണ്ട്സ് നാളെ ഒരു കാലത്ത് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഇത് ചെയ്യാൻ പാടില്ല. അതിപ്പോൾ സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇത് ഡ്രഗ്സ് ആണോ ചോദിക്കുന്നവർ കുട്ടികൾ തന്നെ ഉണ്ട്. ഇതും ഡ്രഗ്സാണ്, ചെറുതും തുടങ്ങിയിട്ടാണ് നമ്മൾ വലുതിലേക്ക് എത്തുന്നത്.
ഒരു സൈക്കോളജി സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉണ്ടോ ചോദിച്ചാൽ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷെ നെഗറ്റീവ്സ് മാത്രം എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ള ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് കുറേ, ഒരു സൈക്കോളജി പഠിക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് കുറേ നെഗറ്റീവ് സൈഡ് മാത്രമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പോസിറ്റീവ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും, പക്ഷേ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വേഗം ഇൻഫ്ലുവൻസ് ആവുന്ന കാര്യങ്ങൾ. ഇതിപ്പോൾ ഒരു സിനിമയിലോ ഒരു ഇൻസ്റ്റാ റീലോ അതൊന്നുമല്ല, കൂടെ ഉള്ളവർ ഈ ഇപ്പോൾ നേരത്തെ ഫസ്റ്റ് സാറ് പറഞ്ഞ പോലെ തന്നെ ഇത് മൾട്ടി ഫാക്ടേഴ്സ് ആണ്. ഓരോ കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിൽ എങ്ങനെ നമ്മൾ ഇൻഫ്ലുവൻസ് ആതിരിക്കണം എന്ന് ചോദിച്ചാൽ NO, ഈ 2 അക്ഷരം നോ എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് തന്നെ വേണം. ഓരോ വിദ്യാർത്ഥികൾക്കും അതുണ്ടെങ്കിൽ, പ്ലസ് നല്ല ഫ്രണ്ട് സർക്കിൾ. നമുക്കൊരു ഫ്രീ പീരീഡ് അല്ലെങ്കിൽ ഒരു ഇത് കിട്ടിയ ഡ്രഗ്സിനെ കുറിച്ച് സംസാരിക്കാതെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പം മാങ്ങക്കാലാണ് ഞങ്ങൾ മാമ്പരം പഴിക്കാൻ പോകുന്നതും ഇതൊക്കെ നമ്മൾ ഒരു ഇന്ററാക്ഷൻ, ഫ്രണ്ട്സായിട്ട് ഇന്ററാക്ഷൻ. ഇപ്പോൾ കോളേജിലെത്തിയതുകൊണ്ട് ഫോൺ തന്നെ നമുക്ക് അലോഡ് ആണ്. പക്ഷെ ഫോൺ നോക്കിയിരിക്കാതെ അല്ലെങ്കിൽ അതിൽ ഗെയിം കളിച്ചിരിക്കാതെ സംസാരിക്കാൻ പറ്റി. എന്തോ ഭാഗ്യത്തിന് എനിക്ക് അങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്സ് എൻ്റെ കോളേജിൽ കിട്ടിയിട്ടുണ്ട്, സംസാരിച്ചിരിക്കാൻ പറ്റി. അത് നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയതാണോ ഇല്ലേ നിങ്ങളുള്ളത് കൊണ്ട് നിങ്ങളെ ഇൻഫ്ലുവൻസ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ വന്നതാണോ? അങ്ങനെ ഇപ്പം ഒരാളെ ഇൻഫ്ലുവൻസ് ആയിട്ട് നമുക്ക് എല്ലാവരും മാറ്റാൻ പറ്റില്ല. ഇപ്പം നേരത്തെ നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിൽ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഈ 2K കിഡ്സ് മോശമാണ് എന്ന് നമ്മളിപ്പോൾ നേരത്തെ കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ പറയുമ്പോൾ 2K കിഡ്സ് ആണ് മോശം എന്ന് പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും അല്ല. ഞാനൊരു 2K കിഡാണ്. ഞാൻ ഒരിക്കലും ഒരു റോങ് വേയിൽ പോയിട്ടില്ല എന്ന് എനിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ പോലെ ഒരു 1000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കുട്ടികൾ പറയാൻ പറ്റും. ഒരു 1000 2000 കുട്ടികൾ റോങ് വേയിൽ പോകുമ്പോൾ ഈ 2K കിഡ്സിനോട് പറയുകയാണ് നിങ്ങൾ മോശമാണെന്ന് പറഞ്ഞാൽ അവർ പിന്നെ അതൊരു ഇൻഫ്ലുവൻസ് ആണ്. അവർ ചിന്തിക്കും ഓൾറെഡി സമൂഹം ഞങ്ങളെ മോശക്കാരായിട്ടാണ് കാണുന്നത്. നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് അവർക്ക്. അല്ല, ഇപ്പൊ ഇവിടെ പാരന്റ് എന്ന നിലയിൽ സജീവ് സാർ തന്നെ പറഞ്ഞു 80% കുട്ടികൾ നല്ലതാണ്, കുറച്ച് 20% ഇല്ല അതിൽ താഴെ വരുന്ന കുറച്ച് കുട്ടികളാണ് നമ്മൾ ഈ ചർച്ചയിലേക്കൊക്കെ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ കൃഷ്ണൻ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, നമുക്ക് ഡ്രഗ്സ് അല്ലെങ്കിൽ മയക്കുമരുന്ന് എന്ന് പറയുന്നത് ആദ്യമൊക്കെ തുടങ്ങുന്നത് സ്മോക്കിങ്ങിലാണോ അല്ലെങ്കിൽ ഡ്രിങ്ക്സിലാണ്, അതും ഒരു അഡിക്ഷൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു. ഈ സ്മോക്കിങ്ങും അതുപോലെ തന്നെ ഡ്രിങ്ക്സും ഒക്കെ ആണെങ്കിൽ അത് പ്രത്യക്ഷത്തിൽ അത് കണ്ടുപിടിക്കാനോ ഇല്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ മയക്കുമരുന്ന് എന്ന് പറയുമ്പോൾ അധ്യാപകരറിയില്ല, തുടക്കത്തിലെങ്കിലും വീട്ടുകാരറിയില്ല എന്നുള്ളത് കൊണ്ട് യുവതലമുറയ്ക്ക് പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലങ്ങളിലൊക്കെ ആണെങ്കിൽ സ്മോക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരിക്കും സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ ഒക്കെ വരുന്നവരുടെ ആകെയുള്ള ഒരു ചിന്തയോ, അല്ലെങ്കിൽ അതായിരുന്നു മാക്സിമം അവർക്ക് ചെയ്യാൻ പറ്റിയിരുന്നത്. പിന്നെ ചിലപ്പോൾ അത് ആൽക്കഹോളിലേക്കൊക്കെ പോവാം. പക്ഷേ ഇപ്പോൾ വളരെ സുലഭമായി തന്നെ മയക്കുമരുന്ന് ലഭിക്കുകയും അത് ആരും അറിയാതിരിക്കാനുള്ള, തുടക്കത്തിലെങ്കിലും അറിയാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സ്മോക്കിങ് ആൽക്കഹോളൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ മയക്കുമരുന്നിലേക്കാണോ യുവതലമുറ കൂടുതൽ പോകുന്നത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? സ്മോക്കിംഗ് ആൽക്കഹോളൊക്കെ ഇപ്പോൾ ഓൾഡ് ഫാഷൻ ആയിപ്പോയി. ഇപ്പൊ MDMA അതൊക്കെയാണ് ന്യൂ ഫാഷൻ ആയി മാറിയിട്ടുണ്ട്. കാരണം ആൽക്കഹോൾ അതിലും എന്താ പറയാ, അത് സത്യം പറഞ്ഞപ്പോൾ ഓൾഡ് ഫാഷൻ ആണ്. ഇപ്പൊ ഒരാൾ കുടിക്കുന്നു എന്ന് പറയുന്നതിനെക്കാട്ടും ഞാൻ MDMA ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഹൈലൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കാലത്തിലാണ് നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് പുട്ടും അപ്പവും ഇഡ്ഡലിയൊക്കെ കഴിച്ചിരുന്നു മാറി ഇപ്പൊ വർഗദോഷത്തിലേക്കൊക്കെ മാറിയ പോലെ തന്നെ ഒരു ഫാഷനായിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പിന്നെ സ്മോക്കോ അല്ലെങ്കിൽ ആൽക്കഹോളോ ഒക്കെ പറയുന്നതിനേക്കാളോ അല്ലെങ്കിൽ അവർ ആ ഒരു ഫാഷന്റെ ഭാഗമായി തന്നെ മയക്കുമരുന്നിലേക്ക് പോകുന്ന ഒരു പ്രവണത ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതില്ലാന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റൂല. ഒരുപാട് കുട്ടികൾ ഇങ്ങനെ കേസിൽ പെടുന്നതും ഒക്കെ പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ ആണ് സാറ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവരെയൊക്കെ എങ്ങനെ നമുക്ക് നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും? അത് ഒരു വരിച്ച ഉത്തരവാദിത്തമാണോ അല്ലെങ്കിൽ അതിന് നമുക്ക് സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ നമ്മളെ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ അതിന് നല്ല ഒരു സിസ്റ്റം നിലവിലുണ്ടോ? എത്രത്തോളം ചലഞ്ചിങ് ആണ്? ഇത് ചാലഞ്ചിങ് ആണ്. പക്ഷേങ്കിൽ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംവിധാനങ്ങൾ ഇത്തരം കുട്ടികളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഒരു കുട്ടി, ഇപ്പോൾ കേസുകൾ പല വിധത്തിലുണ്ടല്ലോ. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു മോഷണ കേസ് എടുക്കുകയാണ്. ഒരു മോഷണ കേസിൽ ഒരു കുട്ടി പെട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അത് കുട്ടീൻ്റെ ഫാമിലി ഉണ്ട്, കുട്ടിക്കുണ്ട്, പിന്നെ കുട്ടീൻ്റെ സമൂഹത്തിലുണ്ട്, അല്ലേ? നമ്മൾ ഒരു മോഷണ കേസിൽ സാധാരണ രീതിയിൽ ഒരു നാട്ടിൻപുറത്തൊക്കെ ഒരു കുട്ടി ഒരു മോഷണ കേസിൽ പെട്ട് കഴിഞ്ഞാൽ എന്താകും? ലാബിൽ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. നമ്മുടെ കുട്ടികളെ ഈ കുട്ടീൻ്റെ ഒപ്പം വിടാൻ
വിടാത്ത സാഹചര്യമുണ്ട്, അപ്പോൾ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടിക്ക് എന്താ സംഭവിക്കുക, കുട്ടി അങ്ങനെ ഒരു ലേബൽ ആയി, ഇനിയിപ്പോൾ ഞാൻ നന്നായി കഴിഞ്ഞാലും ആളുകൾ എന്നെ ഇങ്ങനെ മാത്രമേ കാണുള്ളൂ എന്നുള്ളൊരു ചിന്തയിലായിരിക്കും. അപ്പോൾ കേരളത്തിൽ 2015 പഠനം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേസുകളിൽ ഉൾപ്പെടുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഒരു പഠനം നടത്തിയപ്പം ഒരു പ്രാവശ്യം കേസിൽ ഉൾപ്പെടുന്ന 15% കുട്ടികളും വീണ്ടും കുറ്റകൃത്യങ്ങളിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ കേസുകളിൽ ഉൾപ്പെടുന്ന കുട്ടികളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെയും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു കേസിൽ എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ചുറ്റുപാട് ഒരുപാട് വിഷയങ്ങൾ വരുന്നു. ഒരു കുട്ടി ഒരു മോഷണ കേസിലേക്ക് എത്തുന്നതിനും കാരണങ്ങളുണ്ട്. അത് നമ്മൾ ഫാമിലിയിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാരണങ്ങളുണ്ടാവും, കുട്ടിയിൽ എടുത്ത് നോക്കി കാരണങ്ങളുണ്ടാവാം, സമൂഹത്തിൽ എടുത്ത് നോക്കി കാരണങ്ങളുണ്ടാവും. അപ്പൊ അത്തരത്തിൽ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ എല്ലാ ജില്ലകളിലും, കേരളത്തിലെ എല്ലാ ജില്ലകളിലും കാവൽ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. 2016 ഈ ഒരു കാവൽ പദ്ധതി എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പദ്ധതിയാണ്. ഈ നിയമമായി പുറത്തുപെടാത്ത കുട്ടികൾ, കേസിൽ ഉൾപ്പെടുന്ന കുട്ടികൾക്കായിട്ടുള്ള ഫസ്റ്റ് ഇനീഷ്യേറ്റീവ് ആണ് ഇന്ത്യയിൽ തന്നെ. കേരളത്തിലാണ് നടപ്പിലാക്കിയത്. 2016 3 ജില്ലകളിലായിട്ടാണ് തുടങ്ങിയത്. അതിൽ തുടക്കത്തിലുള്ള ഒരു ജില്ലയാണ് കോഴിക്കോട്. 2016 തുടങ്ങുന്ന സമയത്ത് തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട് 3 ജില്ലകളിലാണ് തുടങ്ങിയത്. കോഴിക്കോട് 2016 മുതൽ ഈ ഒരു പദ്ധതിയുണ്ട്. ഈ പദ്ധതിയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഒരു കേസിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് കുട്ടീനെ കാണുന്ന ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസറാണ്. എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർമാരുണ്ട്. അപ്പോൾ അവരാണ് കുട്ടികളെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുന്നിൽ ഹാജരാക്കാനുണ്ടാവുക. അപ്പോൾ ഈ കുട്ടികൾ പിന്നീട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുന്നിൽ ഹാജരാക്കിയതിന് ശേഷം ആണ് കാവൽ പദ്ധതിയിലേക്ക് വരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു കൗൺസിലർ ഉണ്ട്. ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലെ കൗൺസിലർ കുട്ടീന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അസസ്മെന്റ് ചെയ്യും. ഒരു സൈക്കോ സോഷ്യൽ അസസ്മെന്റ് ചെയ്യും, എന്തൊക്കെയാണ് കുട്ടീന്റെ പ്രശ്നങ്ങളെന്ന് കണ്ടെത്തും. ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ കെയർ പ്ലാൻ തയ്യാറാക്കി ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് വഴി സന്നദ്ധ സംഘടനകൾ വഴിയാണ് കാവൽ പദ്ധതി നടപ്പിലാക്കുന്നത്. ആ സന്നദ്ധ സംഘടനകളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ കുട്ടീന്റെ വീടുകളിൽ വിസിറ്റ് ചെയ്യും, ഹോം വിസിറ്റ് ചെയ്യും. കുട്ടീന്റെ ഫാമിലിയായിട്ട് നമ്മൾ നല്ലൊരു രീതിയിൽ റാപ്പോർട്ട് ഉണ്ടാക്കും. എന്തൊക്കെയാണോ കുട്ടീന്റെ പ്രശ്നങ്ങൾ. അപ്പം ചിലപ്പോൾ കേസിലൊക്കെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടീനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടാവും. സാധാരണഗതിയിൽ അങ്ങനെയാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ പുറത്താക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ അത്തരത്തിൽ പുറത്താക്കി കഴിഞ്ഞാൽ അവൻ നേരത്തെ ഇതുപോലെ പുറത്തേക്ക് പോയ ആളുകളുടെ കയ്യിലേക്കാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കുട്ടീനെ തിരിച്ചു വിദ്യാഭ്യാസം കൊണ്ടുവരാനുള്ള, അല്ലെങ്കിൽ സ്കൂളിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ വിദ്യാഭ്യാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ കാവൽ പദ്ധതി മുഖാന്തരം ചെയ്യും. ഇനിയിപ്പോ ഫാമിലിയിലാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളത്, ഫാമിലിയിൽ ബുദ്ധിമുട്ടുകളുണ്ട്, അതിൽ നമ്മൾ ഇടപെടും. കുട്ടിക്ക് ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് ആവശ്യമാണെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. മൊത്തത്തിൽ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ് കാവൽ പദ്ധതിയിൽ ചെയ്യുന്നത്. കാര്യം ഒരു കുട്ടിയെ കേസിൽ പെട്ട് ഈ ഒരു സംവിധാനത്തിൽ മാതാപിതാക്കള് അല്ലെങ്കിൽ കുടുംബമൊക്കെ തയ്യാറാണോ ഈ കുട്ടികളെ? തയ്യാറാണ്. കാര്യം ഭൂരിഭാഗം കേസുകളിലും മാതാപിതാക്കളുണ്ടായിരിക്കും, നമുക്ക് സപ്പോർട്ടായിരിക്കും. പക്ഷെ ചില കേസുകളിൽ കുട്ടികളെക്കാട്ടും പ്രശ്നങ്ങൾ മാതാപിതാക്കൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വരുന്ന കുട്ടികളുണ്ടാവും. ഉണ്ടാവും. ഉറപ്പായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുട്ടി നമ്മുടെ സിസ്റ്റത്തിന് മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലത്തിൽ അത് ബയോസൈക്കോ സോഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ കുട്ടീന്റെ സോഷ്യലൈസേഷനിൽ ബുദ്ധിമുട്ടുകളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളാണ് സാധാരണ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. എവിടെയാണോ പ്രശ്നങ്ങളെന്ന് അവിടെ നമ്മൾ ഇടപെട്ട് കൃത്യമായുള്ള മാറ്റങ്ങൾ ഇടപെടൽ നടത്തിയിട്ട് ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് കഴിയുന്നത് തന്നെയാണ്. അതാണ് കാവൽ പദ്ധതിയിലൂടെ ഞാൻ ചെയ്യുന്നത്. അപ്പൊ കാവൽ പ്ലസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പദ്ധതിയും കൂടെ ഉണ്ട്. കാവൽ എന്ന് പറയുമ്പോൾ കേസിൽ ഉൾപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സംവിധാനമാണ്. അപ്പൊ അതിൽ നിലവിൽ കോഴിക്കോട് ജില്ലയിൽ 224 കുട്ടികൾ കാവൽ പദ്ധതി വരാം. ഒരു കുട്ടി എന്ന് പറയുമ്പോൾ കുട്ടിക്ക് മാത്രമല്ല കുട്ടീന്റെ ഫാമിലിക്കും നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെയുള്ള സംവിധാനം കാവൽ പ്ലസ് ആണ്. ഇപ്പം JJ ആക്ട് പ്രകാരം രണ്ട് വിഭാഗം കുട്ടികളെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ട് പറയുന്നത്. അതൊന്ന് നിയമമായി പുറത്തപ്പെടാത്ത കുട്ടികൾ, കേസിൽ ഉൾപ്പെടുന്ന കുട്ടികളും, പിന്നെയുള്ള ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളാണ്. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാവൽ പ്ലസ് എന്ന് പറഞ്ഞൊരു പദ്ധതിയും കേരളത്തിൽ നടപ്പിലാക്കണം. ഏതെങ്കിലും സാഹചര്യത്തിൽ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വഴി എന്ത് ചെയ്യാം, കാവൽ. ഇതെങ്ങനെയാണ് കുട്ടികളൊക്കെ ഇതിലേക്ക് എത്തിപ്പെടുന്നത്? നമ്മളിപ്പോ ഒരു കുട്ടി ഒരു കേസിൽ പെടുകയാണെങ്കിൽ പോലീസ് വഴിയാണോ? അതെ ഞാൻ പറഞ്ഞത്, എല്ലാ പോലീസ് സ്റ്റേഷനിലും നമുക്ക് എന്താണ് ഒരു ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ ഉണ്ട്. ഒരു കുട്ടി ഒരു കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ എന്തായിരുന്നു ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുന്നിൽ കുട്ടീനെ ഹാജരാക്കുന്നത്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാല് അവരെ പഠിക്കുകയും അവർക്ക് വേണ്ടുന്ന പ്രതിവിധി പ്ലാൻ ചെയ്യുകയും നടപ്പിലാക്കുകയും അവരെ വീണ്ടും കേസുകളിൽ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. അവരെ തിരിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങളാണ് പദ്ധതി മുഖാന്തരം ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു സാർ.
ആ മാഡത്തിന് എന്താണ് നമ്മൾ ഒരു ഏറെക്കുറെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിട്ടുണ്ട്, സമയ പരിമിതിയുണ്ട്. അപ്പോൾ പിന്നെ ഫ്യൂ വേർഡ്സിലെ ഒരു എൻ്റെ ഒരു അഭിപ്രായം, നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ധാരാളം മാറ്റങ്ങൾ കൊണ്ടുവരണം. അത് നിർബന്ധമാണ്. എങ്ങനെ ഒരു വ്യക്തി ഒരു നല്ല സിറ്റിസൺ ആവാം, അല്ലെങ്കിൽ സിവിക് സെൻസ് നമ്മളെ പാഠ്യപദ്ധതിയിലോട്ട് തന്നെ കൊണ്ടുവരാം. അത് 5ാം ക്ലാസ് മുതൽ തന്നെ തുടങ്ങണം. അത് കുറേ സഹായിക്കും കുട്ടികളെ. പിന്നെ അധ്യാപകന്മാർ പറഞ്ഞാൽ അവർ 99% അധ്യാപകന്മാർ വളരെ സിൻസിയർ തന്നെയാണ്, അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ നമ്മുടെ നിയമങ്ങൾ കുട്ടികളെ അടിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ തന്നെ ഇരുന്ന്, അത് വെറും ഒരു ലോയറോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റോ എല്ലാവരും കൂടിയിട്ട് ഒരു പഠനം ഇതിനാവശ്യമാണ്. ഈ വടിയൊന്നും എടുക്കാൻ പാടില്ല, അത് നിയമം കൊണ്ട് തന്നെ അത് നിരോധിച്ച കാര്യം. അപ്പോൾ എങ്ങനെ മറ്റുള്ള മാർഗങ്ങളിലൂടെ ഈ മക്കളെ നമുക്ക് നേർവഴിക്ക് എത്തിക്കാം, അതിനുവേണ്ടി എല്ലാ ഭാഗങ്ങളും കൂടെ സമൂഹം മൊത്തം അത് സ്വന്തം പ്രശ്നമായി കണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഓക്കെ, താങ്ക് യു. സാർ എന്ത് പറയുന്നു? തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ, അതായത് ഇത് മൾട്ടി ഫാക്ടോറിയൽ തന്നെയാണ്. എല്ലാ ഫാക്ടേഴ്സും അഡ്രസ് ചെയ്യണം. നമ്മൾ ഏതെങ്കിലും ഒരു ഘടകത്തിന്റെ തകരാറാണ് ഈ പറഞ്ഞ കുട്ടികളുടെ കുഴപ്പമൊന്നുമല്ല. നമ്മുടെ കാലഘട്ടത്തിൻ്റെതായ മാറ്റങ്ങൾ, അവരുടെ മാറ്റമുണ്ട്. ഇപ്പം വലിയ കാരണം അവര് ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹം, അന്ന് അത് മാറുമ്പം അന്ന് അതിനെ കുറിച്ചൊക്കെ ചർച്ചയുണ്ട്. ഇപ്പം കാലം മാറി, ഇപ്പം അങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പം ഈ കുട്ടികൾ, ഇപ്പം സ്റ്റീവൻ സ്പിൽബർഗിന്റെ പ്രശസ്തമായ ഒരു ഫോട്ടോ ഉണ്ട്, അദ്ദേഹം ക്യാമറയിൽ കാലുമേ കാല് കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഭയഭക്തി ബഹുമാനത്തോടെയാണ് ആ പ്രൊഫഷനിലുള്ള ഒരു ക്യാമറയെ കാണുക. അദ്ദേഹത്തിന് അതൊരു ടൂള് മാത്രമാണ് എന്ന് കരുതി അദ്ദേഹം മുല്ലിച്ചുതിയുള്ള ആളൊന്നുമല്ല. ഇപ്പൊ ഇവരുടെ കാഴ്ചപ്പാടുകളിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്ന ഒരു വളരെ മൈനോറിറ്റി ആയിരിക്കും. പക്ഷെ അത് വലിയ നമ്മൾ അലാമിംഗ് ആയ വിഷയമായിട്ട് മാറുന്നത് അത്തരം ആക്ടിവിറ്റീസ് കൊണ്ടാണ്. ഈ കുട്ടികളെ ഈ പറഞ്ഞ പോലെ നമ്മളെക്കാളൊക്കെ അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുമ്പോഴത്തേക്ക് അവരത്, അപ്പൊ അവരുടെ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ചിന്തകൾ ഉയരണം. ഒപ്പം ഈ പറഞ്ഞ പോലെ ഒരു കണ്ടിന്യൂമാണ്. സ്കൂൾ ഈസ് എ സെക്കൻഡ് ഹോം ആൻഡ് ഹോം ഈസ് എ സെക്കൻഡ് സ്കൂൾ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ നമ്മുടെ സമൂഹം എസ്പെഷ്യലി കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ രക്ഷിതാക്കൾക്ക് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ സിബ്ലിങ്സിന്, സഹോദരങ്ങൾക്ക്, ഒരു അനിയൻ ഏട്ടനെ കണ്ടിട്ടോ ചേച്ചിയെ കണ്ടിട്ടോ ആണ് അവരുടെയൊക്കെ മോഡലുകളാണ്. അപ്പൊ അവരുടെ സ്കൂളുകളുടെ സംവിധാനങ്ങൾ, സാമൂഹ്യപരമായ ഇടപെടലുകൾ, ഇതെല്ലാം എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ അവരുടെ മുന്നിലേക്ക് നേരെ എത്തല്ലേ. അപ്പൊ നമ്മളുടെ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഒരു പ്രണയം പറയണമെങ്കിൽ കത്തയച്ച് കാത്തിരുന്ന കാലമൊന്നുമല്ല. അവർ ഇൻസ്റ്റന്റ്ലി കൊടുക്കുന്ന, എല്ലാം ഒരു ഇൻസ്റ്റന്റ്. അതാ കാലഘട്ടത്തിന്റെ മാറ്റം, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മാറ്റം. അപ്പൊ അതിനനുസരിച്ച് കുട്ടികളുടെ പെരുമാറ്റത്തിലൊക്കെ മാറ്റം ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ആണ്. അപ്പൊ അതിനൊക്കെ അഫക്ട് ചെയ്തപ്പോൾ ഈ എന്ത് ലഹരി ഉണ്ടെങ്കിലും നമ്മുടെ ഒരു ജഡ്ജ്മെന്റ് അല്ലെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഒക്കെ അതങ്ങോട്ട് ഇതാക്കണം. അപ്പൊ എന്തും ചെയ്യുന്നത് ഓക്കെ ആണെന്നുള്ളതാണ്. ഇപ്പൊ മീഡിയകൾ പോലും, ചാനൽ ചർച്ചകൾ പോലും അവരുടെ റേറ്റിംഗിനായിരിക്കാം ഇങ്ങനത്തതിനെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തും അതെങ്ങനെ ചെയ്തു, ഏത് വിധത്തിൽ ചെയ്തു, ഇത് കാണുന്ന കുട്ടിക്കോ അല്ലെ അവർക്ക് ഉണ്ടാകുന്ന ഫർദർ കോൺസിക്വൻസ് ഇവർക്കല്ല, അത് റേറ്റിംഗ് ഉൾപ്പെടെ അവിടെ ഫാക്ടർ ആയിട്ട് മാർക്കറ്റിംഗ് ആണ്. നമ്മളൊരു ഇപ്പൊ ന്യൂസ് സ്റ്റോറീസ് കാണുന്നില്ല, ഒക്കെ ലൈവാണ്. എന്തുണ്ടെങ്കിലും നേരെ പോയി ലൈവ് ഇടിച്ചു കയറി അതിനെ എത്ര നാടകീയമായി. അപ്പൊ അതൊക്കെ ഈ കാണുന്നവരിൽ ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പം ചലച്ചിത്രങ്ങൾക്ക് സെൻസർ ബോർഡ് ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള ഈ അതിവയലൻസ് ഉള്ള ഇതുണ്ട്. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ നിയന്ത്രിക്കേണ്ട ഭാഗങ്ങളിലൊക്കെ കർശനമായി നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം ഒരിക്കൽ ഉണ്ടാക്കിയത് കാലാനുസൃതമായിട്ട് അതിനെ അമെന്റ്മെന്റുകൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ വരേണ്ടതുണ്ട്. അപ്പം പല തലങ്ങളിലുള്ള ഇത് കാലഘട്ടത്തിനനുസൃതമായിട്ട് ചെയ്തിട്ട് ഒരു ഹോളിസ്റ്റിക് ആയിട്ട് ഒരു ആ രീതിയിൽ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ്. അതെ, അല്ല ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മൾ ഈ ഒരു മെച്യൂർഡ് ഏജ് എന്ന് പറയുന്നത് 18 വയസ്സാണ്. 18 വയസ്സ് കഴിഞ്ഞവരാണ്, അല്ലാത്ത കുട്ടികളാണൊക്കെ. ഇന്നിപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കിപ്പോൾ 14 വയസ്സോ 15 വയസ്സോ കുട്ടികളുടെ പ്രായം. കാരണം നമ്മളെക്കാൾ മെച്യൂരിറ്റി ഈ കുട്ടികൾക്ക് 13 വയസ്സോ 14 വയസ്സുള്ള കുട്ടികൾക്കുണ്ട്. അവർക്ക് അതിനുള്ള അറിവുണ്ട്. അപ്പോൾ നമ്മളെ നിയമങ്ങളും പല കാര്യങ്ങളും നമ്മൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തുന്നത് കൊണ്ട് കാര്യമില്ല. മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട്. എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ മാറണമെന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നിയമ നിർമ്മാണത്തിൽ വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. നേരത്തെ നമ്മുടെ ACP സാറ് പറഞ്ഞ പോലെ നമ്മളൊരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. കയ്യും മെയ്യും മറന്ന് എല്ലാവരും ഒറ്റ കൈയോടുകൂടി അധ്യാപകരും ജനമൈത്രി പോലുള്ള നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും പിന്നെ നമ്മളെ പാരൻസും സർക്കാരും എല്ലാവരും കൂട്ടായി പ്രവർത്തനത്തിലുണ്ട്. മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ അത് ഭീകരമല്ല, നമുക്കിപ്പോൾ കൺട്രോൾ ചെയ്യാവുന്ന ഒരു സ്റ്റേജിലാണുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് കൂട്ടായ പ്രവർത്തനത്തിലൂടെ നല്ല ഒരു നാളേക്ക് വേണ്ടി കൈകോർക്കാമെന്നുള്ളതാണ്.
ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.